PM ശ്രീയിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. പദ്ധതിയുടെ ഭാഗമായി ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കുമോ എന്ന് UDF വ്യക്തമാക്കണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPIM നേതാവുമായ V. ശിവൻകുട്ടി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് UDF പ്രഖ്യാപനം നടത്തേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുന്നുണ്ടോ നടപ്പിലാക്കുന്നില്ല. കേരളത്തിൽ RSS BJP കാഴ്ചപ്പാടോടുകൂടി തയ്യാറാക്കിയതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇതിലാണ് UDF ഗവൺമെൻറ്റിൻ്റെ നയം വ്യക്തമാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു നയം വ്യക്തമാക്കിയിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല. പാഠപുസ്തകത്തിലെ ചരിത്ര സത്യങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ ബദലായ ഒരു പാഠപുസ്തകം ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായ ഏക സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ യാതൊരു ജാള്യതയുമില്ലാതെ പദ്ധതി നടപ്പിലാക്കുന്നുവെന്നും ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. PM ശ്രീ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലും അനുവദിക്കില്ല. മുഖ്യമന്ത്രിയായി വന്ന ഉടനെ തന്നെ യാതൊരു ജാള്യതയുമില്ലാതെ അത് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുക. ഈ ഒരു ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയായിട്ട് ഞങ്ങൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിൽ കുറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അദ്ദേഹം ഇപ്പോഴും മാറാൻ തയ്യാറില്ല. മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴും ഇതിലൊരു മാറ്റവും വരുത്താൻ അദ്ദേഹം തയ്യാറില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതിയുടെ ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് എല്ലാ അവകാശവും കൊടുത്തുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചത്. ഇതെല്ലാം വിശദീകരിച്ചതാണ്. പിന്നെന്തിനാ ഒപ്പിട്ടത്? പുതിയ സർക്കാരിന് റദ്ദ് ചെയ്യാൻ എവിടെയാണ് അതിൽ ഓപ്ഷൻ ഉള്ളത്? അപ്പോൾ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. സത്യത്തിൽ ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പരിശോധിക്കുന്നതേ ഉള്ളൂ. ഈ ഗവൺമെൻറ് വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. അത് ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു, ഇനി അടുത്ത 1-ാം തീയതി ചേരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ജിബിൻ JB ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ജിബിൻ, ഈ വിഷയത്തിൽ വാക്പോരൊരു ഭാഗത്തുണ്ട്, പക്ഷെ അപ്പോഴും സർക്കാർ മുന്നോട്ട് തന്നെയല്ലേ? തന്നെയാണ്. കാരണം വിവാദങ്ങളും വിമർശനങ്ങളും പാർട്ടിക്കകത്തും പുറത്തും ഉയരുന്ന സമയത്ത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും. അതിനിടെയാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പുതിയൊരു കാര്യം ഉന്നയിക്കുന്നത്. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അത് നടപ്പിലാക്കുന്നത് UDF നടപ്പിലാക്കുമോ, അതിലൊരു നയം വ്യക്തമാക്കണമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അത് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തെ നേരത്തെ തന്നെ കേരളം അറിയിച്ചതാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ, ഗാന്ധിവധം ഉൾപ്പെടെയുള്ള ചരിത്ര സംഭവങ്ങൾ സിലബസിൽ നിന്ന് മാറ്റിയപ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഇറക്കി അത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് CPM ഇത് മറിച്ച്, അതായത് PM ശ്രീ പദ്ധതിയിൽ ആദ്യമായി ഒപ്പുവെച്ചത് CPM ആണ്, CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ ഒരു ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു മറുപടി നൽകുന്നുണ്ട്. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്ന് ഒപ്പുവെക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ആവശ്യമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് താനെന്ന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. പക്ഷേ പിന്നീട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി അതിലുള്ള തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് താൻ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയതെന്നുള്ള ഒരു കാര്യമാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കകത്ത് നിന്ന് മുന്നണിക്കകത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനിടയിലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉറച്ചു നിൽക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി ഈ ഉപസമിതി ഇപ്പോൾ യോഗം ചേർന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഉപസമിതി യോഗം കൂടി ഇനി ഉടൻ തന്നെ ചേരാനും ഇരിക്കുകയാണ്. ഉന്മേഷ്. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.